മഹിമയോടെ നിത്യം വസനമൊരുക്കാൻ മോയ പ്രിയക്കാൻ വസനമൊരുക്കാൻ മോയ പ്രിയക്കാൻ മഹിമയോടെ മഹിമയോടെ പരിഹാസങ്ങൾ ദുഷികളെല്ലാം തീരാകാലമായി പരിഹാസങ്ങൾ ദുഷികളെല്ലാം തീരാകാലമായി ദുഷികളെല്ലാം തീരാകാലമായി രാജാവിരാജ് ഓ ഹല്ലേലൂയ Oh, hallelujah. കാതരുമായി വസം ചെയ്യുവാൻ കാലം സമീപം ആയി പ്രിയരേ കാതരുമായി വസം ചെയ്യുവാൻ കാലം സമീപം ആയി പ്രിയരേ കാലം സമീപം ആയി പ്രിയരേ രാജാവിരാജൻ മഹിമയോടെ അവളെ കഥ വിശുദ്ധമായി പങ്കുപെടുത്താമോ? Oh, hallelujah. Listen, ഒരു കൂടെ മഴയായി മഴക്കാലമായി ഒരു കൂടെ മഴയായി മഴക്കാലമായി മഴക്കാലമായി രാജാവിരാജൻ മഹിമയോടെ രാജാവിരാജൻ മഹിമയോടെ സുദിനം അസംഗമായി യുഗയുഗമായി പ്രിയൻ കൂടെ നാം വാഴും സുദിനം അസംഗമായി വാഴും സുദിനം അസംഗമായി രാജാവിരാജൻ മഹിമയോടെ
ആരാധിക്കുമ്പോൾ എല്ലാ തടസ്സങ്ങളുമായി യേശുവിന്റെ നാമത്തിൽ എല്ലാ പകര ശക്തികളും പകൽക്കാലം അതിന്റെ ആത്മാവിന്റെ സാന്നിധ്യം ഹൃദയം തുറന്നതുപോലെ അതേപടി ഹൃദയം തുറക്കപ്പെടുവാൻ ആത്മാവിന്റെ സാന്നിധ്യം പകൽക്കാലം വെളിപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ എല്ലാ തടസ്സങ്ങളും മാറട്ടെ. നിങ്ങൾ ആരാധിക്കുമ്പോൾ കർത്താവേ അങ്ങയുടെ നാമത്തെ ഉയർത്തുമ്പോൾ അങ്ങയുടെ നാമത്തെ പ്രസ്താവിക്കുമ്പോൾ അങ്ങയുടെ നാമം മാത്രം ഉയരട്ടെ. എല്ലാ നാമത്തിലും മേലായ നാമം യേശുവിന്റെ നാമം. എല്ലാ മുഖം മടങ്ങും, എല്ലാ നാമം യേശു മാത്രം എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ. ഓ മകത്തിന്റെ രാജാവിനെ തുണയ്ക്കാൻ, ഓ ഹല്ലേലൂയ. യേശുവിനെ തുണയ്ക്കാൻ, ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രത്യാശയുടെ ഹല്ലേലൂയ. സമർപ്പിക്കാമോ? നമ്മുടെ ഹൃദയങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ നിമിഷം പകരുവാൻ ഇത് പകൽക്കാലം കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനങ്ങൾ സൂക്ഷിക്കുകയോ ക്രമീകരിക്കപ്പെട്ടുമല്ലോ. ഇന്ന് പകൽക്കാലം നമുക്ക് ഒരു സഭാരാധന കർത്താവ് നല്ല സാവകാശപ്പെട്ട് തന്നില്ലേ? ആ നല്ല കർത്താവിന്റെ മുഖത്തിന്റെ വിളിച്ചു നോക്കുവാൻ കഴിയുമോ? പരസ്പരം ആരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നത് നമ്മളെ വിളിച്ചതും വിശ്വസ്തനാണ്. അത്യത്തോളം നമ്മെ കാക്കുന്ന ഒരു കർത്താവാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. കൃപയ്ക്കായി നന്ദി കർത്താവേ, അങ്ങയുടെ സാന്നിധ്യത്തിനായി നന്ദി കർത്താവേ. അങ്ങയുടെ സാന്നിധ്യം ഇല്ലായെങ്കിൽ ഒന്നും തന്നെയില്ല. ഞങ്ങളുടെ കഴിവോ മിടുക്കോ ഒന്നുമല്ല കർത്താവേ, അങ്ങയുടെ കൃപ ഒന്ന് മാത്രമാണ്. ഈ ലോകത്തെ നിർമ്മിച്ച കർത്താവേ, ഈ ഭൂമി ഉണ്ടാക്കിയ കർത്താവേ, ഞങ്ങളെ ഓരോരുത്തരെയും വിളിച്ച് വേർതിരിച്ച് കർത്താവേ ഇന്നോളം മാനിച്ച് നിർത്തിയ കർത്താവേ, ഞങ്ങളുടെ കൃപയ്ക്കായി നന്ദി കർത്താവേ. മനുഷ്യനിലാശ്രയമോ ഇനി വേണ്ട അതിശയമാ, എന്റെ ദൈവത്തിലാശ്രയമോ അതൊന്നാണ് എനിക്കറിയും. പാടുമോ? മനുഷ്യനിലാശ്രയമോ ഇനി വേണ്ട അതിശയമാ, എന്റെ ദൈവത്തിലാശ്രയമോ അതൊന്നാണ് എനിക്കറിയും. മകൾക്ക് മനുഷ്യൻ ആശ്രയിക്കുകയാണെങ്കിൽ നിശ്ചയമായിട്ടും ലജ്ജിക്കേണ്ടി വരും. എന്നാൽ സ്വർഗസ്ഥനായ പിതാവിനെ നോക്കി നമ്മൾ അപ്പാ പിതാവ് എന്ന് വിളിക്കുന്നുവെങ്കിൽ നമ്മുടെ വിളികൾ തുറക്കുന്ന വിശ്വസ്തരാണ്. ഹല്ലേലൂയ. ആ നല്ല കർത്താവ് ഇരു കരങ്ങളെ ചേർത്തടിച്ചുകൊണ്ട് കർത്താവിന്റെ നല്ല നാമത്തെ മഹത്വപ്പെടുത്താം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അഭിഷേകത്തിലേക്ക് പകൽക്കാലം ആ നല്ല കർത്താവിനെ ചേർത്ത് വഴിപെടുത്താമോ?
ഒരു പോഷനായി നോക്കിയാലും ദൈവത്തിന്റെ എന്നും ശ്രേഷ്ഠനായി മാറിടുന്നു. ലോകത്തിന്റെ ഒരു പോഷനായി നോക്കിയാൽ എന്റെ ദൈവത്തിന്റെ എന്നും ശ്രേഷ്ഠനായി മാറിടുന്നു. അതുകൊണ്ട് അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം കൂടെയുള്ളതാൽ. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം കൂടെയുള്ളതാൽ. സീയോൻ യാത്രയിൽ മറവേ ഭയമൊന്നും കേട്ടിനി. സീയോൻ യാത്രയിൽ, സീയോൻ യാത്രയിൽ മറവേ ഭയമൊന്നും കേട്ടിനി. ഒന്നിനെ കുറിച്ചിരിയും എനിക്കാകുല ചിന്തയില്ല. ജീവനായി കണ്ടവൻ എന്നെ ക്ഷേമമായി ഒന്നിനെ കുറിച്ചിരിയും എനിക്കാകുല ചിന്തയില്ല. ജീവനായി കണ്ടവൻ എന്നെ ക്ഷേമമായി പാലിക്കുന്നു. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം കൂടെയുള്ളതാ. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം കൂടെയുള്ളതാ. സീയോൻ യാത്രയിൽ മറവേ ഭയമൊന്നും കേട്ടിനി. സീയോൻ യാത്രയിൽ, സീയോൻ യാത്രയിൽ മറവേ ഭയമൊന്നും കേട്ടിനി. മനുഷ്യരിലാശ്രയമോ ഇനി വേണ്ട എന്റെ ജീവിതത്തിലാശ്രയമോ അതുകൊണ്ടാണ് എനിക്കമയം. ഓ മനുഷ്യരിലാശ്രയമോ ഇനി വേണ്ട നിശ്ചയമാ എന്റെ ജീവിതത്തിലാശ്രയമോ അതുകൊണ്ടാണ് എനിക്കമയം. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം കൂടെയുള്ളതാൽ. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം കൂടെയുള്ളതാൽ. സീയോൻ യാത്രയിൽ മറവേ ഭയമൊന്നും വേണ്ടിയും. സീയോൻ യാത്രയിൽ മറവേ ഭയമൊന്നും വേണ്ടിയും. ആരാധിക്കാം, ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം. നാദെന്നും ധ്യാനിച്ചിടാം. കരങ്ങൾ ഉയർത്തി നന്ദി ചൊല്ലാം. അതോടൊന്നൊന്നായി ഓ ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം. നാദെന്നും ധ്യാനിച്ചിടാം. കരങ്ങൾ ഉയർത്തി നന്ദി ചൊല്ലാം. അതോടൊന്നൊന്നായി പാടി വാഴ്ത്താം. ഹല്ലേലൂയ, Hallelujah, 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 hallelujah. Hallelujah. Sila mismaang sa Diyore, ang matapagpaunaran sa Diyore. Hallelujah, 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 hallelujah. Shantaran,
അഭിഷേകത്തിന്റെ സാന്നിധ്യം ഏലിയാവിലേക്കും ദാവീദിലേക്കും വിളിച്ചതുപോലെ ഇന്ന് പകൽക്കാലം അങ്ങനെ ആത്മാവിന്റെ സാന്നിധ്യം ഞങ്ങളുടെ നൽകുവാനാകുമ്പോൾ എല്ലാ തടസ്സങ്ങളും മാറട്ടെ. അന്ധകാര ശക്തികളെ യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആദ്യനും അന്ത്യനും നീ മാത്രമേ യേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേ യേശുവേ. ആദ്യനും അന്ത്യനും നീ മാത്രമേ യേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേ യേശുവേ. ഹല്ലേലൂയ oh hallelujah hallelujah oh hallelujah. ഈ നിൽക്കുന്ന നിൽപ്പിൽ തന്നെ ഒരു നിമിഷം എല്ലാ ദൈവമക്കൾ കണ്ണുകളെ അടയ്ക്കാം. ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ച് ആദരം തുറന്നൊന്ന് പ്രാർത്ഥിച്ച് എല്ലാവരും സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ച് എല്ലാവരും സ്തോത്രം ചെയ്ത് എല്ലാവരും സ്തോത്രം സാധാരണ തുറന്ന് അല്പസമയം ഭാഷ എല്ലാവരും പ്രാർത്ഥിച്ച് ആത്മാവിൽ പ്രാർത്ഥിച്ച് ഹൃദയപേട് ഓഫായി എങ്കിലും നിങ്ങളുടെ അകത്തങ്ങളുടെ വ്യാപരിക്കുന്ന ദൈവകൃപയുടെ ശക്തിയാണ്. അല്പസമയം ദൈവത്തിന്റെ മഹത്വം കൊടുക്കാം. 4-ാം തീയതി പ്രാർത്ഥിച്ചാരംഭിക്കപ്പെട്ട ഈ സുവിശേഷ യോഗത്തിന്റെ സമാപന പകൽ നമ്മൾ ഒരുമിച്ച് കടന്നുകൊണ്ടിരിക്കുന്നു. ദാസന്മാരിൽ കൂടെ ദൈവശക്തിയേറിയ ദൈവത്തിന്റെ വചനം നമ്മൾ കേൾക്കാൻ പോവുകയാണ്. ഒരു നിമിഷം കർത്താവേ എന്നോട് സംസാരിക്കണമേ. ഇനി ദൈവം ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്ക് എല്ലാവരും പ്രാർത്ഥിച്ച് ഇതൊരു സഭാരാധനയാണല്ലോ. രാക്ഷകാല ദൈവം നമ്മളെ സൂക്ഷിച്ചു. രോഗങ്ങൾ, കഷ്ടതകൾ, പ്രതിസന്ധികൾ, പ്രതികൂലങ്ങൾ എല്ലാ പ്രതിസന്ധികളിൽ നിന്ന് കർത്താവ് നമ്മളെ കൺമണി പോലെ സൂക്ഷിച്ച നല്ല ദൈവത്തിന് എത്ര പേർക്ക് അതിനം തുറന്ന് സ്തോത്രം ചെയ്യാൻ പറ്റും. അന്യഭാഷകളുടെ ദൈവത്തെ ഒരുമിച്ച് മകത്വം കൊടുക്കാം. ഇന്ന് രാവിലെ എത്ര നന്ദി പറഞ്ഞാലും മതി വരികയിൽ. അത്രമാത്രം ദൈവം നമ്മളെ അനുഗ്രഹിക്കാനിടയാണ്. അത്രമാത്രം ദൈവം നമ്മെ വഴി നടത്താനിടയായി. നമ്മുടെ പ്രാർത്ഥനകൾക്ക് ദൈവം മറുപടി തരാനിടയായി. ഇന്ന് രാവിലെ ഈ അതരം തുറന്ന് സ്തോത്രം പറയുന്നതിന്റെ കാര്യം ഈ ആൾക്കാരുടെ പെരുപ്പം ഉള്ളത് കൊണ്ടല്ല പറയുന്നത്. ഇന്ന് നമ്മിവിടെ കൊണ്ടുവന്ന ദൈവത്തിന്റെ കൃപ വലിയതാണ്. നമ്മൾ വിചാരിച്ചത് പോലെയല്ല കാര്യങ്ങൾ നടന്നത്. ഉയരത്തിലെ ദൈവത്തിന്റെ പദ്ധതികൾ, ദൈവത്തിന്റെ ഉദ്ദേശങ്ങൾ, ദൈവത്തിന്റെ പ്ലാനുകൾ എന്നിൽ കൂടെ ദൈവം വെളിപ്പെടുത്തിയതിനാൽ നന്ദിയോട് ദൈവത്തിന് സ്തോത്രം. ദൈവത്തോടെ പ്രാർത്ഥിക്കാൻ കർത്താവേ, ഈ സമാപന പകലിൽ വിശുദ്ധാരാധനയോടെ ഞങ്ങളുടെ ആശീർവാദം പറയുമ്പോൾ നിന്റെ തിരുകൃപയോടുകൂടെ യാത്ര ചെയ്യാം. ഞങ്ങളെ സഹായിക്കാൻ നമ്മളെല്ലാവരും സ്തോത്രത്തോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ യോഗത്തിന്റെ അനുഗ്രഹത്തിനായി കർത്താവിന്റെ ദാസൻ ബിജു പാസ്റ്റർ തമിഴ്നാട് ദേശത്ത് കടന്നു വന്ന കർത്താവിന്റെ ദാസൻ ബിജു പാസ്റ്റർ മുമ്പോട്ട് കടന്നു വന്ന് യോഗത്തിന്റെ അനുഗ്രഹത്തിനായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കും. നാം എല്ലാവരും ശ്രദ്ധിപ്പോ. ഹല്ലേലൂയ ഹല്ലേലൂയ. കടന്ന നാட்கள் കടന്ന നേരങ്ങളിലെല്ലാം കർത്തർ നമ്മെ കൺമണി പോലെ കാത്തു പരിപാലിച്ചാർ. നമ്മുടെ കണ്ണുകളെ കണ്ണീരിൽ നിന്ന് വിലക്കി കാത്തുകൊണ്ടാർ. കാലുകളെ വീഴ്ചയിൽ നിന്ന് വിലക്കി കാത്തുകൊണ്ടാർ. നമ്മുടെ ആത്മാവെ പാതാള കുഴിക്ക് വിലക്കി കാത്തുകൊണ്ടാർ. നമ്മുടെ പ്രാണൻ ഉയരെ മരണത്തിന് വിലക്കി കാത്തുകൊണ്ടാർ.
பலவீன கட்டுகளில் தாங்கினார். எல்லா பிரச்சனை போராட்டங்களில் மத்தியிலே அப்போட கரம் கூடவே இருந்த கிருபைக்காக நன்றி நிறைந்த உள்ளத்தோடு நாம் ஸ்தோத்திர பலிகளை செலுத்தி ஆராதனை ஆசீர்வாதங்களுக்காக பரிசுத்த ஆவியானவர் தாமே மொத்தமாக ஆளுகை செய்து கர்த்தருடைய மகிமையின் பிரசனத்தை எல்லோரும் அனுபவித்து கடந்து செல்ல கிருபை செய்வதற்காக எல்லோரும் செபிப்போம். ஹல்லேலூயா. மகா பரிசுத்தமும் இரக்கமும் நிறைந்த எங்கள் அன்பின் பரலோக பிதாவே, அப்பா, இந்த மனமகிழ்ச்சியும் சந்தோஷமும் நிறைந்ததா இந்த வாரத்தின் முதலாம் நாள் இந்த காலை பகல் நேரத்தில் இரட்சகராகிய இயேசு கிறிஸ்து மூலமாக மறுபடியும் ஒரு விசை கூட உடைய பாதபடியில் நாங்கள் கடந்து வந்திருக்கிறோம். இவ்வளவு நேரம் பாடி மகிமைப்படுத்த கர்த்தர் கிருபை செய்து உமக்கு நன்றி அப்பா, ஸ்தோத்திரம் தகப்பனே. கடந்து வந்த பிள்ளைகள் கர்த்தாவை எல்லோரையும் கண்ணோக்கி பாருங்க. மனுஷன் முகத்தை பார்க்கிறான், இரட்சகர் ஒவ்வொருடைய உள்ளத்தை ஆராய்ந்து பார்த்து கர்த்தாவே ஸ்தோத்திரம். இந்த பிள்ளைகளுடைய தேவைகள் எல்லாம் சந்தித்து கர்த்தாவே ஸ்தோத்திரம் அப்பா. இன்றைய தினத்தில் இந்த கூட்டாரத்தில் உம்முடைய சமூகத்தில் கடந்து வந்து ஆராதிக்க வந்தது மிகவும் பிரயோஜனமாக அமைந்தது என்று சொல்லி அநேக சாட்சிகள் எழும்ப கர்த்தர் கிருபை செய்யும், கிரியை செய்யும் அப்பா. ஸ்தோத்திரம் ஸ்தோத்திரம் கர்த்தாவே. ஒவ்வொரு உள்ளங்களையும் தொடுங்கப்பா, ஸ்தோத்திரம் தகப்பனே. இந்த மகிமையின் பிரசன்னத்தினால நிரப்புங்கப்பா, ஸ்தோத்திரம் கர்த்தாவே. ஹல்லேலூயா. பழைய ஏற்பாட்டின் காலத்தில் கர்த்தாவே சாலமோன் ராஜா ஆலய பிரதிஷ்டை செய்த போது அங்கு இறங்கி வந்த மகிமையின் மேகம் கர்த்தாவே இந்த கூடாரத்தையும் ஒவ்வொரு மக்களையும் நிரப்பட்டுமையா, ஸ்தோத்திரம் தகப்பனே. ஆசாரியர்கள் ஊழியம் செய்யக்கூட முடியாத அளவுக்கு மகிமையின் மேகம் அந்த ஆலயத்தை நிரப்பினது. அஸ்தம் சூடம் திரிகலகடகல கச்சஸ்தேரி உத்தரதார திரிகல் கச்சன தோஜி கடகல கச்சஸ்தேரா. இந்த இடத்தை முழுவதையும் நிரப்பும், தேசத்தை நிரப்பும், ஒவ்வொரு குடும்பங்களையும் நிரப்பும் ஐயா, ஸ்தோத்திரம் தகப்பனே. ஆண்டவரே, வந்த வண்ணமாக ஒரு மக்கள் கூட கடந்து போவதை அனுமதிக்க கூடாதப்பா. என்னென்ன தேவைகளோ சந்தியும் சந்தியும் பலவீன கட்டுகளோடு இருக்கிற பிள்ளைகளுக்கு சுகம் பலன் கொடும் அப்பா, ஸ்தோத்திரம். ஓ சத்துடைய பிடியில போராட்டத்தின் மத்தியில் இருக்கிற பிள்ளைகளை குடும்பமாக விடுதலையாக்கும் கர்த்தாவே. கடன் பிரச்சனைகள், இன்னும் வெளியே சொல்ல முடியாத வேதனைகள் கர்த்தாவே, பாரத்தோடு இருக்கிற பிள்ளைகளை ஆராய்ந்து பார்த்து கர்த்தாவே ஸ்தோத்திரம் ஐயா. அற்புதத்தின் கரத்தை வெளிப்படுத்துங்கப்பா, ஸ்தோத்திரம். எங்களுக்காக அல்ல, எங்களுக்காக அல்ல கர்த்தாவே, இந்த நாம மகிமைக்காக விளங்க செய்யுமப்பா, ஸ்தோத்திரம் கர்த்தாவே. தொடர்ந்து நடக்கிற எல்லா ஆராதனை பகுதிகளையும் பரிசுத்த ஆவியானவர் தாமே முற்றிலும் ஆளுகை செய்து நடத்துங்கப்பா, ஸ்தோத்திரம். பலமாய் இறங்கி கிரியை செய்யுமப்பா, ஸ்தோத்திரம். கணுக்கால் அளவு போதாதப்பா, முழங்கால் அளவு போதாதப்பா, மார்பளவு போதாது கர்த்தாவே. நீந்தி நீந்தி மூழ்கத்தக்க விதத்தில் மகிமையின் பிரசனம் இறங்கி வரட்டும் ஐயா, ஸ்தோத்திரம். வசனங்களை பேசுகிறதற்காக நீர் ஆயத்தப்படுத்தி இன்றைக்கு கடந்து வந்திருக்கிற, நீர் அனுப்பி இருக்கிற உங்களுடைய தாசர்களை இந்த கரங்களில் ஒப்புவிக்கிறோம் அப்பா, ஸ்தோத்திரம் தகப்பனே. கரங்களில் எடுத்து பயன்படுத்துங்கப்பா, ஸ்தோத்திரம் தகப்பனே. உங்களுடைய தாசருடைய நாவில போடுகிற ஒவ்வொரு வார்த்தைகளையும் அக்கினியாக புறப்பட பண்ணும் அப்பா, ஸ்தோத்திரம். கேட்கிற சகல உள்ளங்களையும் விறகாக்கும் தகப்பனே, ஸ்தோத்திரம் தகப்பனே. வார்த்தையும் ஆவியானுடைய செயலும் சேர்ந்து வெளிப்பட்டு விளங்கட்டும் ஐயா, ஸ்தோத்திரம் தகப்பனே. அதை தடை பண்ண பார்க்கிற எந்த வானமண்டலத்து சேனையின் தடைகள் இருந்தாலும் கர்த்தாவே அப்பா, இப்பிரபஞ்சத்தின் அதிபதியின் தடைகள் இருந்தாலும் அதிகாரம் நாமத்தில் வெட்டி மாற்றுகிற கிருபைக்கு நன்றி கர்த்தாவே, ஸ்தோத்திரம் தகப்பனே. தாசர்கள், மேடையில் அமர்ந்திருக்கிறவர்கள், சபை ஊழியங்கள், சபை விசுவாசிகள், குடும்பங்கள், எல்லா மக்களையும் பலப்படுத்தும் ஆசீர்வதியும் அப்பா, ஸ்தோத்திரம் தகப்பனே. ஹல்லேலூயா. எல்லா துதிகர மகிமையும் உமக்குரியது, அது உமக்கே செலுத்துகிறோம் அப்பா, ஸ்தோத்திரம். நாமத்தை உயர்த்தும், நாமத்தை மகிமைப்படுத்துங்கப்பா, ஸ்தோத்திரம். ராஜ்யம் கட்டி உயர்த்தப்படட்டும், அற்புதங்கள் அடையாளங்களினால வசனங்களை உறுதிப்படுத்தும் அப்பா, ஸ்தோத்திரம் தகப்பனே. கொடி உயர்த்தப்படட்டும் ஐயா, ஸ்தோத்திரம். தாழ்த்தி அர்ப்பணம் செய்கிறோம். இன்னும் ஜெபிக்க வேண்டிய அநேக விஷயங்கள் உண்டு, எல்லாவற்றையும் கரங்களில் கொடுத்து ஸ்தோத்திரம் செலுத்துகிறோம் அப்பா, ஸ்தோத்திரம். நீரே பொறுப்பு எடுத்துக் கொள்ளும். தாழ்த்துகிறோம். மீட்பெரும் இரட்சகருமாய் இருக்கிற இயேசு கிறிஸ்துவின் மூலமாக இந்த ஜெபங்களை அங்கீகரி பரிசுத்த பிதாவே. ஆமென், ஆமென். എല്ലാവരും സ്വസ്ഥാനത്ത് എഴുതിയിരിക്കുക. സന്തോഷമുള്ളവർ കരങ്ങളെ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇമ്മാനുവേൽ പ്രൈമറി ഗ്രൂപ്പ് ചർച്ച് 49ാമത് ജനറൽ കൺവെൻഷനോടനുബന്ധിച്ച് നമ്മൾ ഈ സമാപന പകലാണ് നമ്മൾ ഒരുമിച്ച് ആയിരിക്കുന്നത്. കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ്.
മറ്റ് അടുത്തുള്ള സഭകളിൽ ആരാധന നേരത്തെ നിർത്തി ഈ യോഗത്തിൽ വന്ന് സംബന്ധിക്കുന്ന ദൈവമക്കൾ, പ്രിയ ദൈവദാസൻ, മറ്റ് സഭയിലെ ദൈവമക്കൾ എല്ലാവരും ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങളെ ഇന്ന് പകൽ ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുന്നു. വിശേഷിച്ച് ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇന്ന് ഇവിടെ ഒരു 2 ശുശ്രൂഷ നടക്കും. ഒന്ന് വചന ശുശ്രൂഷ, 2 ഒരു സമർപ്പണ ശുശ്രൂഷ. സ്തോത്രം പറഞ്ഞ് നിങ്ങൾ മുഖത്തിൽ അസൂയുള്ളതുപോലെ സ്തോത്രം. ഈ കാലഘട്ടത്തിൽ ദൈവം ശക്തമായി ഉപയോഗിക്കുന്ന 2 ദൈവദാസന്മാരെയാണ് നമുക്ക് ലഭിക്കപ്പെട്ടത്. കർത്താവിന്റെ ദാസൻ ഷിബിൻ സാമുവൽ പാസ്റ്റർ, അതുപോലെ കർത്താവിന്റെ ദാസൻ എർനെസ്റ്റ് പാസ്റ്റർ. ഈ 2 ദൈവദാസന്മാരെ ദൈവനാമത്തിൽ ഈ യോഗത്തിലേക്ക്, ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. കരം തട്ടി. യോഗത്തിൽ നിന്ന് കടന്നു വന്ന ദൈവദാസന്മാരുണ്ട്. ദൈവദാസന്മാരെ ഒറ്റവാക്കിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഈ സംഘടനയിൽ ശുശ്രൂഷിക്കുന്ന IPG ചർച്ചിലെ പ്രിയ ദൈവദാസന്മാർ, കുടുംബം, ദൈവമക്കൾ, നിങ്ങൾ എല്ലാവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഈ ശുശ്രൂഷകൾക്ക്, ഈ മിനിസ്ട്രിക്ക്, ഈ സംഘടനയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന കർത്താവിന്റെ ദാസൻ സുരാജ് അവരുടെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ ദാസനെയും ദൈവനാമത്തിൽ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അനുകരിക്കപ്പെട്ട ഗാനങ്ങൾ ആലപിക്കുന്ന ഫിലിപ്പ് കൂടെ വന്ന പ്രിയ മകൻ, നിങ്ങളെ ഓർത്തും സ്തോത്രം ചെയ്യുന്നു. നിങ്ങളെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. എത്ര പേർക്ക് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ പറ്റും? ഇതുവരെ നടത്തിയ നല്ല ദൈവത്തിന് കരമുയർത്തി നല്ലൊരു ഹാലിലെ പറയണം. നമ്മളെ ഇവിടെ കൊണ്ടുവരുവാൻ, അല്ലെ, നമ്മൾ ഒരു യോഗ്യതയില്ല, യോഗ്യത പറവാൻ ഒന്നും തന്നെയില്ല, ലഭിക്കപ്പെട്ടതെല്ലാം. ഞാൻ ഇന്ന് രാവിലെ സമയം എടുക്കുന്നില്ല, എങ്കിൽ ഒരു വാക്ക് ഞാൻ പറയാം. നമുക്ക് ലഭിക്കപ്പെട്ട യോഗ്യതകളെല്ലാം ദൈവം നമുക്ക് തന്ന യോഗ്യതകളാണ്. നമുക്കൊരു യോഗ്യതകൾ ലോകത്തിൽ പറയാനില്ല. ഉണ്ട് എന്ന് എവിടെയെങ്കിലും നമ്മൾ അഭിമാനിക്കുന്നു എങ്കിൽ, എവിടെയെങ്കിലും നമ്മൾ പറഞ്ഞ് പുകഴുന്നു എങ്കിൽ, അത് എന്റെയോ നിങ്ങളുടെയോ വകയല്ല, ദൈവം നമുക്ക് ദാനമായി നൽകിയതാണ്. അത് എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? അവിടെ അചരം തുറന്ന് സ്തോത്രം ചെയ്ത് അത് വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിലായിരിക്കുമ്പോൾ തന്നെ കർത്താവിന്റെ ദാസൻ യേശുദാസ് പാസ്റ്റർ, പാറശാല സഭയിൽ ശുശ്രൂഷിക്കുന്ന കർത്താവിന്റെ ദാസൻ യേശുദാസ് പാസ്റ്റർ മുമ്പോട്ട് കടന്നു വന്ന് സങ്കീർത്തനം വായിച്ച് പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കും. Praise the Lord. Hallelujah. Praise the Lord. ഈ ഇമ്മാനുവേൽ പ്രൈമറി ചർച്ചിന്റെ സുവിശേഷ യോഗത്തിൽ അവസാന പകൽക്കാലം നമ്മളായിരിക്കുകയാണ്. ഇന്ന് പകൽക്കാലം വായിക്കാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന സങ്കീർത്തനം 100-ാം സങ്കീർത്തനമാണ്. എല്ലാവരും ഒരുമിച്ച് സങ്കീർത്തനത്തെ ധ്യാനിക്കാം. വാക്യപ്രതിവാക്യമായി വായിക്കേണ്ട, ഒരുമിച്ച് നമുക്കത് വായിക്കാം. Praise the Lord. സ്തോത്രം. ഇന്നു നിൻ സന്നിധിയിൽ അടിയാർക്കു വന്നു ഇന്നു നിൻ സന്നിധിയിൽ അടിയാർക്കു വന്നു ചേരുവതിനാ എന്നതിലുന്നതമാ കൃപയ്ക്കായി വന്ദനം ചെയ്യുന്നു. വന്ദനം ചെയ്തിടുന്നു. വന്ദനമേശുമാര നിനക്കുന്നു. വന്ദനമേശുമാര 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 വന്ദനം ചെയ്യുന്നു നിന്നെ വന്ദനം ചെയ്യുന്നു നിന്നെ വായിക്കും. സകല ഭൂസ്വവാസ്യമായുള്ളവരെ യഹോവയ്ക്ക് ആർക്കൊടുവിൽ, സന്തോഷത്തോടെ യഹോവയെ സേവിപ്പിൻ, സംഗീതത്തോടെ അവന്റെ സന്നിധിയിൽ വരുവിൻ. യഹോവ തന്നെ ദൈവമെന്ന അറിവിൻ. അവൻ നമ്മെ ഉണ്ടാക്കി, നാം അവനുള്ളവനാകുന്നു. എന്റെ ജനമോ അവർ മേയ്ക്കുന്ന ആടുകളും തന്നെ. അവന്റെ വാതിലുകളെ സ്തോത്രത്തോടും അവന്റെ പ്രകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവിൻ. അവന് സ്തോത്രം ചെയ്തു അവന്റെ നാമത്തെ വാഴ്ത്തുവിൻ. യഹോവ നല്ലവനെന്ന് എന്നേക്കുമുള്ളത്. അവന്റെ വിശ്വസ്തത
തലമുറയും ഇരിക്കുന്നു. അവന്റെ വിശ്വസ്തത തലമുറയുമായിരിക്കുന്നു. എല്ലാ കാര്യങ്ങളും ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നായ നല്ല കർത്താവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ സ്തുതിക്കുന്നു. കർത്താവേ, നിങ്ങൾക്ക് ഒരുമിച്ച് സഭയോഗം കൂടുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം നമ്മെ മുന്നമേ അവിടെ കണ്ടിരിക്കുന്ന കൃപകൾക്കായി സ്തോത്രം. ലോകസ്ഥാപനത്തിന് മുൻപ് ക്രിസ്തു യേശു നമ്മെ തെരഞ്ഞെടുത്തിരിക്കുമ്പോൾ കർത്താവ് ആ മഹിതമായ ആ ഹല്ലേലൂയ ഓരോ സ്വന്തം വെളിപ്പാടിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് സഭയായി കൂടുവാൻ, സഭായോഗങ്ങളുമായി കൂടുവാൻ പല ദേശത്തു നിന്നും പല സഭയിൽ നിന്നും കർത്താവെ അവർ കടന്നു വന്നത് ദാസന്മാരോടൊപ്പം ആയിരിക്കാൻ സ്വർഗത്തിന് ദൈവം സഹായിച്ച അവിടത്തെ നല്ല ദൈവക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവെ, ശേഷിക്കുന്ന സമയം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഹല്ലേലൂയ നിയന്ത്രിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. Praise the Lord. Praise the Lord. Hallelujah. ഇന്ന് രാവിലെ പ്രാരംഭത്തിൽ തന്നെ ഒരു സമർപ്പണ ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ്. ശേഷം കർത്താദാസൻ ശുശ്രൂഷിക്കാനുള്ള സമയങ്ങൾ നമ്മൾ വേർതിരിക്കേണ്ടതുണ്ട്. നമ്മൾ വളരെ ആഗ്രഹത്തോടും പ്രാർത്ഥനയോടെയാണ് ദൈവദാസന്മാരെ നമ്മൾ ക്ഷണിച്ചത്. അതുകൊണ്ട് അവർക്ക് ധാരാളം സമയം കൊടുത്താലേ നമുക്കും ഇന്ന് രാവിലെയും ദൈവവചനം കേട്ട് ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയുകയുള്ളൂ. പ്രിയ കർത്താദാസൻ നമുക്ക് നേതൃത്വം തരുന്ന കർത്താദാസൻ സുരാൻ പാസ്റ്റർ, ഹരിത സിസ്റ്റർ ഒരു വിവാഹം കഴിഞ്ഞു. ചില വർഷങ്ങൾ അവരുടെ ദൈവസന്നിധിയിലായിരുന്നു. എങ്കിലും ഒരു തലമുറയ്ക്ക് വേണ്ടി അവർ പ്രാർത്ഥിക്കുകയും ദൈവസന്നിധിയിൽ കരയുകയും ചെയ്ത രാത്രികളും പകലുകളും ധാരാളം ഉണ്ടായിരുന്നു. എന്നാൽ ജീവിതത്തിൽ ദൈവം ഒരു തലമുറയെ നൽകാനിടയായി. സ്തോത്രം പറഞ്ഞ് ദൈവം അവരുടെ കണ്ണുനീര് കണ്ടു, ഒരു വേദനകൾ കണ്ടു. നമ്മളെ തിരുവചനത്തിന്റെ മറ്റൊരു വാക്ക് നമ്മുടെ അപമാനങ്ങളെയും പരിഹാസങ്ങളെയും നിന്ദകളെയും, അതിനേക്കാൾ ഒരു വാക്കും കൂടി എഴുതി ചേർക്കണം, ചോദ്യങ്ങളെയും. മനുഷ്യരും ശത്രുക്കളും സ്നേഹിതരും ചോദിച്ച പല ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങളൊന്നും ഇവർക്ക് ആൻസർ ചെയ്യാൻ കഴിയാതിരുന്നപ്പോൾ ഉയരത്തിലെ ദൈവം ഒരു ആൻസർ ചെയ്യാനിടയായി. സ്വതന്ത്രം പറഞ്ഞ് നല്ല ഹാലല്യ പറയണം. ആ ആൻസർ ഇന്ന് ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. അപ്പോ ഈ പ്രാരംഭ സമയം നമ്മുടെ പ്രിയ കർത്താവിന്റെ ദാസൻ യബ്നേസ് പാസ്റ്റർ നമ്മുടെ മധ്യയായിരിക്കുമ്പോൾ രണ്ട് വാക്ക് പറയാതിരിക്കാൻ പറ്റുകയില്ല. നമ്മുടെ ഈ പ്രസ്ഥാനത്തിന്റെയും നമ്മുടെ ആത്മീയ ശുശ്രൂഷയും ഞങ്ങളുടെ ആത്മീയ പിതാവാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ ഏത് പ്രതിസന്ധി ഘട്ടം വന്നാൽ ആദ്യം ഞങ്ങൾ എടുക്കുന്ന നമ്പർ യബ്നേസ് പാസ്റ്റർ നമ്പറാണ്. ആ ദൈവത്തിന്റെ ആലോചന ദൈവദാസൻ ഒരിക്കലും പാഴായി പോകുന്ന ആൻസർ അല്ല ദൈവദാസൻ തരുന്നത്. ചില ആലോചനകൾ ഞങ്ങളോട് പറഞ്ഞിട്ട് ഞങ്ങളെ ശാസ്ത്രീയിൽ കൂടെ പറയാറുണ്ട്. അത് നമ്മുടെ തീരുമാനത്തിലേക്ക് കൊണ്ടുവരാറുണ്ട്. ആ ദൈവദാസൻ ഞങ്ങളുടെ ഈ കൺവെൻഷന്റെ മീറ്റിംഗിന്റെ അനുഗ്രഹത്തിനായി ഞങ്ങൾ പ്രാർത്ഥന ക്രമീകരിച്ചു. ആ ക്രമീകരിക്കുന്ന സമയത്ത് ഞങ്ങൾ പ്രാർത്ഥനയ്ക്കായി വിളിച്ചത് പ്രിയ കർത്താവിന്റെ ദാസനെയാണ്. ദേവദാസൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ സുജാൻ പാസ്റ്റർ പറഞ്ഞൊരു കാര്യമുണ്ട്, തലമുറ ലഭിക്കാൻ പോകുന്നു. ഇത് ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ സ്വതന്ത്രം പറഞ്ഞു, ഞാൻ വെളിയിൽ വന്നപ്പോ പ്രിയ ദൈവദാസി എവിടെയായിരുന്നു. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഗർഭിണിയാകാൻ പോകും. ഞാനിത് കേട്ടിട്ട് വിശ്വാസത്താൽ പറഞ്ഞു, അത് പറയാം, നിങ്ങൾ ഗർഭിണി. അപ്പൊ സിസ്റ്റർ എന്നോട് പറയണ, അച്ചാച്ച നാളെ മറ്റന്നാ ഗൾഫിൽ പോയാണ്. എന്റെ വൈഫ് ഭയങ്കര ചിരിയായിരുന്നു അവൻ. ഞാൻ അപ്പോഴവിടെ പറഞ്ഞൊരു കാര്യമുണ്ട്, സാറ ചിരിച്ചതാണ് ഒരു തലമുറയിലെ. അങ്ങനെയല്ലേ സിസ്റ്റർ പറഞ്ഞത്? സാറയുടെ ചിരി ദൈവം കാണാനില്ല. ചിരി എന്ന് പറഞ്ഞാൽ അവൾ ചിരിച്ചതിന് ഒരിക്കലും സാധ്യത ഇല്ല. അതായിരുന്നു, ആ ചിരിയായിരുന്നു ദൈവത്തിന്റെ സാധ്യത. നല്ല ഹല്ലേലൂയ പറയണം. എന്നാൽ ആ തലമുറയെ ലഭിച്ചു. ആ തലമുറയുമായി ഇന്ന് രാവിലെ ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. എന്നാൽ തുടർ സമയങ്ങളിൽ ആലോചന പറഞ്ഞ ദൈവദാസനെ വിളിച്ച് തന്നെ ആ സമർപ്പണ ശുശ്രൂഷ നടത്തണമെന്ന് ദൈവദാസന് വലിയ ആഗ്രഹമുണ്ടായിരുന്നു. ഞങ്ങൾ ക്ഷണം സ്വീകരിച്ച് ദൈവദാസൻ 2 സഭ ശുശ്രൂഷകളിൽ നിന്നുണ്ട്. വേഗത്തിൽ പോകേണ്ട ആവശ്യമുണ്ട്. എങ്കിലും ആ ശുശ്രൂഷകൾ ദൈവദാസൻ നിർവഹിക്കും. പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കരങ്ങളെ തട്ടി കർത്താവിന്റെ ദാസന്റെ പാസ്റ്റർ ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുക.
ഹല്ലേലൂയ. കർത്താവിൻ്റെ നല്ല നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ സന്തോഷമുള്ള IPG ചർച്ചിൻ്റെ ജനറൽ കൺവെൻഷൻ്റെ സമാപന ദിവസമായിരിക്കുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട സഭായോഗത്തിൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ശ്രേഷ്ഠകരമായിരിക്കുന്ന നാമവും ആ ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ വർണ്ണിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നൽകിയിരിക്കുന്ന ഈ നല്ല സമയത്തിനായിട്ട് ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാണ്. നല്ല ക്ഷീണമായിരുന്നില്ല. കുറച്ച് നല്ല ക്ഷീണമായിരുന്നു. ഞാൻ പിന്നെ ഇന്ന് അവിടെ സഭയിൽ തന്നെ ഒന്ന് കയറി നിന്നിട്ട് പിന്നെ സഭയിലെ ജനങ്ങളെ കൊണ്ടെല്ലാം പ്രാർത്ഥിപ്പിച്ചു. സ്തോത്രം. എന്നിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരാനായിട്ടുള്ളത്. സ്തോത്രം. അങ്ങനെ മെഞ്ഞൊക്കെയും കമ്മീഷൻ്റെ സ്ഥലമായിരുന്നു, ശുശ്രൂഷയായിരുന്നു. ഞങ്ങളെ ചർച്ചയായിട്ട് എല്ലാവരും വന്നതിനെ ചർച്ചയിൽ ഉപവാസ പ്രാർത്ഥന നടക്കുന്നു എന്ന കാരണത്താലാണ് ഇന്ന് എല്ലാവരും വരാൻ വേണ്ടി ഒക്കെ റെഡിയായിരിക്കുന്ന ആ സമയത്തിലാണ് ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ കേൾപ്പാനിടയായിട്ടുള്ളത്. ദൈവം എല്ലാം നന്മയ്ക്കായി ചെയ്യട്ടെ. കർത്താവിൻ്റെ സ്തോത്രം. ഞാൻ ഒത്തിരി സമയം എടുക്കുന്നില്ല, കാരണം ദൈവവചനം കേൾക്കുവാൻ വളരെ താല്പര്യത്തോടെയാണ് ദൈവത്തിൻ്റെ ജനം വന്നിരിക്കുന്നത്. എന്നെ സ്നേഹിക്കുന്ന ദൈവഭക്തന്മാരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നല്ല ഗാനങ്ങൾ ആലപിക്കുന്ന നമ്മുടെ ഫിലിപ്പ് നിവാസിനെ ഓർത്ത് സ്തോത്രം. ദൈവം അദ്ദേഹത്തെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ഞാൻ എപ്പോഴും ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, ഈ വിദ്യാഭ്യാസമില്ലാത്ത എന്നെ, മലയാളവും അന്യഭാഷയും മാത്രം പറയുന്ന എന്നെ, മറ്റൊരു പാർട്ടി അറിഞ്ഞുകൂടാത്ത എന്നെ ദൈവമേ എന്തിനാണ് ഇത്രയും ശ്രേഷ്ഠപരമായ പദവികളിൽ കൊണ്ടുവരുമെന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. അമേരിക്കയിൽ ബോസ്റ്റൺ പ്രയർ ലൈനിൻ്റെ 10ാമത്തെ ജനറൽ കോൺഫറൻസിൻ്റെ ജനറൽ കൺവെൻഷൻ്റെ അന്നത്തെ മുഖ്യ പ്രസംഗകനായി ഞാൻ ആ സ്ഥലത്തിരിക്കുകയാണ്. എനിക്കറിയത്തില്ല ഞാനാണ് അതിൻ്റെ മുഖ്യ പ്രസംഗം. എല്ലാം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെ നിന്നുകൊണ്ട് ആ പാസ്റ്റർ സംബോധന ചെയ്യുമ്പോൾ നമ്മൾ ക്ഷണിക്കപ്പെട്ട കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ യോഹന്നാൻ എബനേസർ മുഖ്യ സന്ദേശം നൽകുന്നതിനെ ക്ഷണിക്കുന്നു പറഞ്ഞപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. ആദ്യമായിട്ട് എൻ്റെ പേര് പാസ്റ്റർ യോഹന്നാൻ എബനേസർ എന്ന പ്രൊജക്ടറിലേക്ക് ഡാളസിൽ അതേ ആ ചർച്ചിൻ്റെ അകത്തേക്ക് അത് എഴുതി കാണിക്കപ്പെടുമ്പോൾ ഞാൻ അവിടെ നിന്ന് കരഞ്ഞു പോയി. ദൈവമേ, ഒരു കനാലിൻ്റെ കരയിൽ ആസ്പെറ്റാസ് ഇട്ടതായിരിക്കുന്ന ഒരു ചെറിയ ആലയത്തിൻ്റെ അകത്ത് ഒരു പാപോലും ഇല്ലാതെ പായുടെ പുറത്തിരുന്ന് കൊണ്ട് കണ്ണീരിലൂടെ പ്രാർത്ഥിച്ച എന്നെ ഇത്രത്തോളം ദൈവം. എന്നാൽ ഞാൻ ഇവിടെ ഇരിക്കുന്ന ദൈവദാസന്മാരോടും ദൈവത്തിൻ്റെ ജനത്തോടും ഞാൻ പറയുന്നു, ഞാൻ ഏത് രാജ്യത്ത് ചെന്നാലും ഏത് സ്ഥലത്ത് ചെന്നാലും ഞാൻ പറയും, നമ്മൾ വിശ്വസ്തയോടെ ദൈവത്തിൻ്റെ മുമ്പിൽ നിന്നാൽ ദൈവം നമ്മെ ഉയർത്തും. ഇന്നലെ രാത്രിയിൽ ചർച്ചിൽ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞിട്ട് ഞാനവിടെ ഉറങ്ങുമ്പോൾ ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റിട്ട്, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, ഞാൻ എഴുന്നേറ്റിരുന്നിട്ട് പ്രൈസറോട് പാസ്റ്റർ സിനുരാജി പാസ്റ്റർക്കും ആ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസി ഹരിത ദൈവത്തിൻ്റെ ദാസിക്കും കുഞ്ഞിനുമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുവാൻ വേണ്ടി എഴുന്നേറ്റിരുന്നു. രാത്രിയില്ല, നല്ല ക്ഷീണമെങ്കിലും എഴുന്നേറ്റിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവിങ്ങനെ റൂട്ട് തിരിച്ചുവിടുകയാണ്. ദൈവാത്മാവിങ്ങനെ തിരിച്ചുവിടുകയാണ്. സ്തോത്രം. ഞാൻ പിന്നെ ആ നിലവാരത്തിൽ അപ്പം പ്രാർത്ഥിക്കുമ്പോൾ ഈ പാസ്റ്ററെ ഓർത്ത് പ്രാർത്ഥിപ്പാൻ ആത്മാവ് പ്രേരിപ്പിക്കും. എനിക്കൊന്നും പിടികിട്ടുന്നില്ല. ഞാൻ ഉടൻ തന്നെ അങ്ങോട്ട് ആ വിഷയം പ്രാർത്ഥിക്കാൻ തുടങ്ങി. എനിക്കൊരു കാര്യം അറിയാം,
ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട ഒരു തലമുറ ഇന്ന് ഈ സ്ഥലത്ത് പ്രാർത്ഥിച്ച് പേർ വിളിക്കപ്പെടുമ്പോൾ ഞാൻ വിശ്വാസത്തോടെ ഉറപ്പിച്ചു പറയുന്നു, ഈ ഒരു ശ്രേഷ്ഠകരമായ ശുശ്രൂഷ എനിക്ക് എന്ന് കിട്ടുമെന്ന് പറഞ്ഞ് ആരെങ്കിലും ഇതിനകത്ത് പ്രാർത്ഥനയോടെ ഇരിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ ആത്മനിയോഗത്തോടെ ഇന്നലെ രാത്രിയിലെ പ്രാർത്ഥനയിൽ എന്റെ മേൽ വ്യാപരിച്ച ദൈവശക്തിയാ ഞാൻ പറയുകയാണ്, തലമുറകളെ ജനിപ്പിക്കത്തക്ക പരിശുദ്ധരാകുന്ന ദൈവത്തിന്റെ ശക്തി ഇതിന്റെ ശക്തിയോടെ വെളിപ്പെടുന്നു എന്നും, ഈ കണ്ണട്ടൻ വെറുതെ അല്ലെന്നും, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവിക സാധ്യതകൾ മാത്രമല്ല അത് നടന്നിരിക്കുന്നു എന്ന് പറയുന്ന 2025 ഈ ഡിസംബർ മാസത്തിൽ നടക്കുന്ന ഈ കൺവെൻഷൻ അനുഗ്രഹമായി മാറുമെന്ന് വിശ്വസിക്കുന്ന ദൈവജനം കരങ്ങൾ ചേർത്തടിച്ച് അതെന്റെ വീട്ടിൽ നടക്കുകയാണ്, എന്റെ ശൈത്യത്തിൽ നടക്കുകയാണ്, എന്റെ ശുശ്രൂഷയിൽ നടക്കുകയാണ്, അത് ഞാൻ അനുഭവിക്കുകയാണ്. ഞാൻ 2 വാക്ക് എന്നെ പറ്റി ഞാൻ പറയുന്നത്, വിദ്യാഭ്യാസമില്ലാത്ത എന്നെ അനേക ദൈവദാസന്മാരെ പ്രാർത്ഥിച്ച് വേലയ്ക്കിറക്കുവാൻ ദൈവം എന്നെ സഹായിച്ചു. വിവിധ രാജ്യങ്ങളിൽ അവർ കർത്താവിന്റെ വേല ചെയ്യുന്നു. പലയിടത്തും ദൈവം കൊണ്ടു നിർത്തി. എല്ലാത്തിനും ദൈവത്തിന്റെ നാമം മഹത്വപ്പെടട്ടെ. കർത്താവിന്റെ ദാസൻ സ്തോത്രം. വളരെ അനുഗ്രഹിക്കപ്പെട്ടതാക്കുന്ന ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്ന പ്രിയ കർത്തദാസനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. എല്ലാവരെയും ഓർത്ത് ഒറ്റ വാക്കിൽ ഞാൻ എല്ലാവരെയും സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്ന് പ്രത്യേക മീറ്റിങ്ങിന്റെ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്ന അല്ലെങ്കിൽ മെസ്സേജ് നൽകുന്ന കർത്തദാസനെ ഓർത്ത് ദൈവത്തിന്റെ സ്തോത്രം. ഇതിലുള്ള എല്ലാവരും ഓർത്ത് ഒറ്റ വാക്കിൽ സ്നേഹവന്ദനത്തോടെ ഞാൻ നന്ദി അറിയിക്കുകയാണ്. ഞാൻ ദൈവജനത്തോട് പറയുന്നത്, പാസ്റ്റർ ശിവരാജ് പാസ്റ്റർ എനിക്ക് വലിയ സ്നേഹമുണ്ട്. ഇദ്ദേഹം ഇത്രയും വണ്ണവും പൊക്കവും ഉണ്ടെങ്കിൽ കരയുന്ന ഒരു മനുഷ്യനാണ്. പലവട്ടം കണ്ടിട്ടുണ്ട്. അദ്ദേഹം ദൈവത്തിന്റെ വചനം പറയപ്പെടുമ്പോഴും ഒരു വീട്ടിൽ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കപ്പെടുമ്പോഴും അദ്ദേഹം കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നത്. കഴിഞ്ഞ മാസത്തിലാണ് നമ്മുടെ വീട്ടിൽ മീറ്റിംഗ് ആയിരുന്നു. അന്ന് ഞാനവിടെ ശുശ്രൂഷ നയിക്കപ്പെടുമ്പോൾ ഞാനവിടെ ചെല്ലുന്നതിന് മുമ്പേ പ്രിയ പാസ്റ്റർ അവിടെ ചെന്നിരുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. ഉള്ളം നൊന്ന് പ്രാർത്ഥിക്കുന്ന ഞാൻ കണ്ടു. ഒരു കാര്യം ഞാൻ പറയാം, ഇവർക്ക് മക്കൾ ഇല്ലാതെ ചില വർഷങ്ങൾ മാസങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കപ്പെടുമ്പോൾ അനേക പാസ്റ്റർമാര് ദൈവത്തിന്റെ ദാസന്മാർ മക്കൾ പ്രാർത്ഥിച്ചപ്പോൾ എന്നോടും ആ വിഷയം പറഞ്ഞു. ഞാനും അത് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ച വിഷയം ഇന്ന് എൻ്റെ കയ്യിൽ വരാൻ പോവുകയാണ്. വളരെ നിറഞ്ഞ ദൈവസ്നേഹത്തോടുകൂടിയാണ് ഞാൻ ഈ സ്ഥലത്ത് നിൽക്കുന്നത്. എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഈ ശുശ്രൂഷയ്ക്ക് എന്നെ ക്ഷണിച്ച കർത്താവിന്റെ വിലപ്പെട്ട വൃത്തിനോടും സഭയോടുമുള്ളതാകുന്ന സ്നേഹ വന്ദനത്തെ നന്ദി ഞാൻ ഒന്നുകൂടെ ഞാൻ അറിയിക്കുന്നു. എന്നെ ഏൽപ്പിച്ച ദൗത്യത്തിലേക്ക് ഞാൻ പ്രവേശിക്കുവാൻ പോവുകയാണ്. കർത്താവിന്റെ ദാസന ദൈവം അനുഗ്രഹിക്കപ്പെട്ട ഒരു പൈതൃക ദൈവം നൽകി. IPG ചർച്ചിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന 49ാമത്തെ ഈ ജനറൽ കൺവെൻഷന്റെ വിശുദ്ധ സഭായുഗത്തിൽ IPGയുടെ വിവിധ ഇടങ്ങളിൽ ശുശ്രൂഷ ചെയ്യുന്ന ദൈവഭക്തന്മാർ, അതുപോലെ തന്നെ വിവിധ സഭകളിൽ നിന്നും കടന്നു വന്ന ദൈവത്തിന്റെ ജനം, എല്ലാവരുടെ നടുവിൽ നിന്നുകൊണ്ട് ഇങ്ങനെ ഒരു അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ ദൈവത്തിന്റെ ആത്മാവ് ചെയ്യുമ്പോൾ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഇതൊരു തുടക്കമായി തുടങ്ങാൻ പോവുകയാണ്. ഇത് ദൈവത്താൽ മാനിക്കപ്പെടുന്ന ഒരു മീറ്റിംഗ് ആയിട്ട് ദൈവം തീർക്കട്ടെ. സ്തോത്രം.